നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലിയോ മെസ്സി, മെസ്സി മാജിക്. ലയണൽ മെസ്സി കളിക്കുന്ന അർജന്റീനയ്ക്കെതിരെ ഒറ്റ ഗോൾ ലീഡിൽ കടിച്ചു തൂങ്ങി വിജയിക്കാമെന്ന് കരുതിയ തോമസ് ടുഖലിനും അദ്ദേഹത്തിന്റെ ടീമിനും പിഴച്ചു. മെസ്സിയുടെ മാന്ത്രികത ശരിക്കും അവർ അനുഭവിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെ എണ്ണം പറഞ്ഞ 2 അസിസ്റ്റുകൾ, ആ 2 അസിസ്റ്റുകളിൽ നിന്ന് പിറന്ന 2 കിടിലൻ ഗോളുകൾ എൻസോ ഫെർണാണ്ടസും അതുപോലെ ലൗട്രോ മാർട്ടിനസും പന്ത് വലയിലേക്ക് എത്തിച്ചപ്പോൾ 2-1 കംബാക്ക് വിജയമാണ് അർജന്റീന വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ നേടിയിരിക്കുന്നത്. ഇംഗ്ലണ്ടിനെ മലർത്തി അടിച്ചുകൊണ്ട് ഇതാ അർജന്റീന വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുന്നു. മത്സരത്തിൽ ആന്റണി ഗോർഡനാണ് ഇംഗ്ലണ്ടിന്റെ ഗോൾ കണ്ടെത്തിയിരുന്നത്. ആദ്യ 11-ൽ മാറ്റവും വരുത്തിക്കൊണ്ടാണ് സ്കലോനി ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത്. ഡീപോളിനെ സൈഡ് ബെഞ്ചിലിരുത്തി പകരം ഹുലിയാനോ സിമയോണി ആദ്യ 11-ൽ ഇടം പിടിച്ചു. ലിയോ മെസ്സിയും ഹുലിയൻ അൽവാരസും അലക്സിസ് മെക്കലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും ഒക്കെ ചേർന്നുകൊണ്ട് അർജന്റീനയുടെ മുന്നേറ്റങ്ങൾ നയിച്ചപ്പോൾ മറുഭാഗത്ത് ഹാരി കെയ്നും ആന്റണി ഗോർഡനും ജൂഡ് ബെല്ലിംഗാമും റോജേഴ്സിനെ ആദ്യ 11-ൽ ഉൾപ്പെടുത്തി. അങ്ങനെയാണ് ടീമിനെ തോമസ് ടുഖൽ കളിക്കളത്തിലേക്ക് വിട്ടത്. ആദ്യ പകുതി 2 ഭാഗത്തേക്ക് നീക്കങ്ങൾ ഉണ്ടായെങ്കിലും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ടാർഗറ്റിലേക്ക് ഷോട്ട് പോലും വരാത്ത ഒരു ആദ്യ പകുതി, ബിഗ് ചാൻസുകളൊന്നുമില്ല, ഗോൾ രഹിത സമനില. 2ാം പകുതിയിൽ ഇംഗ്ലണ്ട് തുടക്കത്തിലെ ഗോൾ അടിക്കണം എന്നുള്ള ഒരു രൂപത്തിൽ തന്നെയാണ് കളിച്ചത്. അതിൻ്റെ ഫലം നമ്മൾ കാണുകയും ചെയ്തു. ആന്റണി ഗോർഡൻ്റെ ഗോൾ വരുന്നു 55-ാമത്തെ മിനിറ്റിൽ. ആ ഗോൾ റോജേഴ്സിൻ്റെ ക്രോസിൽ നിന്ന് വളരെ അനായാസം പന്ത് വലയിലേക്ക് എത്തിച്ചു. പക്ഷേ അവിടെ നിന്ന് തിരിച്ചടിക്കാനുള്ള ശ്രമത്തിലേക്ക് അർജന്റീന പോകുമ്പോൾ ഇംഗ്ലണ്ട് ഡിഫൻസിലേക്ക് വലിയുന്ന കാഴ്ച. ഒറ്റ ഗോൾ മാർജിനിൽ മെസ്സി കളിക്കുന്ന അർജന്റീനയെ തടയാൻ പറ്റുമോ? നമുക്ക് ഗോർഡനെ പിൻവലിച്ച് കൊൻസെ ഇറക്കുന്നു, റൈസിനെ പിൻവലിച്ച് ഒറീലി ഇറക്കുന്നു. എന്താണ് ടുഷൽ ഉദ്ദേശിച്ചത്? ഡിഫെൻഡ് ചെയ്ത് നിൽക്കാമെന്ന മറുഭാഗത്ത് അറ്റാക്കിങ്ങിലേക്ക് അങ്ങ് പോകുന്ന അർജന്റീന. ഡീബോൾ വന്നു, അതുപോലെ തന്നെ മറ്റ് താരങ്ങൾ ലൗട്രോ മാർട്ടിനസിനെ കളിക്കളത്തിലേക്ക് വിട്ടു. അതിൻ്റെ എല്ലാം ഫലമാണ് പിന്നെ നമ്മൾ കാണുന്നത്. ഒരു ഷോർട്ട് കോർണർ എടുത്ത ലിയോ മെസ്സി, അതിനെ തുടർന്ന് കൊടുത്ത പന്തിൽ നിന്ന് എൻസോ ഫെർണാണ്ടസിന്റെ വെടിച്ചില്ല ഷോട്ട്. അതെങ്ങനെ ഞെട്ടിപ്പോയി ഇംഗ്ലണ്ട്. അത് വന്നുകൊണ്ടിരുന്നതാണ്, ക്രോസ് ആഫ്റ്റർ ക്രോസസ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നതാണ്. രക്ഷപ്പെട്ടു പോയതാണ്. പിക്ഫോർഡിന്റെ സേവും അതുപോലെ പോസ്റ്റിലടിച്ചും ഒക്കെ രക്ഷപ്പെട്ടു പോയതാണ്. പക്ഷേ 85-ാമത്തെ മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസിന്റെ ഗോളിലൂടെ അർജന്റീന ഒപ്പം പിടിക്കുന്നു. ഇംഗ്ലണ്ട് പാനിക് ആവുന്നു. പിന്നാലെ അഡീഷണൽ ടൈമിന്റെ തുടക്കത്തിൽ തന്നെ ലിയോ മെസ്സിയുടെ കിടിലൻ ഒരു ബോളിൽ നിന്ന് ലൗട്ടറോ മാർട്ടിനസ്, ഇംഗ്ലണ്ടിന്റെ ഡിഫൻസ് ഒക്കെ എവിടെ പോയി, അൺമാർക്ക്ഡ് അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിക്കുന്നു. 2-1. പിന്നെ അവസാനം ഇവാൻ ടോണിയെയും റാഷ്ഫോർഡിനൊക്കെ കൊടുത്തിട്ട് എന്ത് കാര്യം? 2-1 ഗംഭീരമായിട്ടുള്ള തിരിച്ചുവരവ്, ലിയോ മെസ്സിയുടെ കിടിലൻ ഇരട്ട അസിസ്റ്റുകൾ. അർജന്റീന വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.